السلام عليكم ورحمة الله. أهلا بكم ومرحبا أعزائي الطلبة. ഈ അറബിക്കിലെ ഗ്രാമറിന്റെ സബ്ജക്റ്റിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ജുംല ഫിഅലിയ എന്ന അധ്യായത്തിൽ കുറച്ച് ഭാഗം അതിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മളതിൽ ആക്ടിവിറ്റീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ജുംല ഫിഅലിയ അതൊക്കെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഒരു ജുംല ഫിഅലിയയിൽ പ്രധാനമായിട്ട് ബേസിക്കലി ഉണ്ടാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫിയലും ഫായിലും. ഫിഅലും ഫായിലും. ഓക്കെ. അപ്പൊ ഇതില് ആക്ടിവിറ്റീസ് ഒന്ന് നിങ്ങൾ പിന്നെ വേഗത്തിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒന്നുകൂടി അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്കുക. ഇപ്പോ ഒന്നാമത്തെ ആക്ടിവിറ്റീസ് അലാമത്തൻ ഫിൽ മഖാനിൽ മുനാസിബ്. ഇതില് ഇസ്മിയ ഫേലിയ എന്ന രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ജുംലയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജുംല ഏത് സെന്റൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഷഫാഖല്ല. ഷഫാഖല്ല എന്ന് പറഞ്ഞാല് ഏത് ജുംല ആയിരിക്കും? അത് സാർ എടുത്തതാണല്ലോ. എങ്ങനെ? അതൊക്കെ ചെയ്തു. അത് പറഞ്ഞതാ? ആ. ഓക്കെ. അപ്പൊ അടുത്ത ഇതിലെ ഈ ഫായിലുമായി ബന്ധപ്പെട്ടതല്ലേ? അതായിരിക്കും ഇനി പറയണ്ടാവുക അല്ലെ? ആ, അതെ, അതെ. നോക്കിയിട്ടില്ല, അതാണ് ചോദ്യം. ഈ തമ്രീൻ 3 അല്ലേ? ആ. ഓക്കെ ഓക്കെ. ഫാസ അഹ്മദ് ഫിസിബാക്ക് ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതില് തമ്രീൻ സാലിസിൽ പറയുന്നത് എഫ്തരിൽ ഫായിലൽ മുനാസിബ്, അനുയോജ്യമായ ഫായിൽ സെലക്ട് ചെയ്യുക, മിമ്മ ബൈനൽ ഖൗസൈൻ. ഇവിടെ ഏറാബാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഒരു വേർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏറാബ് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. അഹ്മദ് എന്നുള്ള വാക്കുണ്ട്, അവിടെ ഫായിലായി കൊടുക്കുമ്പോൾ ഏത് ഇറാബാണ് കൊടുക്കേണ്ടത് അല്ലെ? അതുപോലത്തെ ബനത്ത്, ബനത്ത് എന്നാണ്, ബിൻത്ത് എന്നല്ല. ബനത്ത് ഡാഷ് ലീ ദാറൻ ഡാഷ് എനിക്കൊരു വീട് നിർമ്മിച്ചു. അപ്പൊ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? അൽ ഹുക്കൂമത്ത, അൽ ഹുക്കൂമത്തി, അൽ ഹുക്കൂമത്തു. അൽ ഹുക്കൂമത്തു. അൽ ഹുക്കൂമത്തു. അപ്പൊ അതാണ് അവിടെ കറക്റ്റ്. പിന്നെ യുഫല്ലിലു ഡാഷ് അൽ ഖിറാഅ മുഹമ്മദുൻ അല്ല മുഹമ്മദൻ മുഹമ്മദിൻ മുഹമ്മദുൻ. ഇതിലേതാ? യുഫല്ലിലു എന്ന് പറഞ്ഞാല് മുഹമ്മദ് പ്രിഫർ ചെയ്യുക എന്നുള്ള. മുഹമ്മദുൻ. യെസ്, മുഹമ്മദുൻ. യുഫല്ലിലു എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുക എന്നുള്ള അർത്ഥമുണ്ടോ? ഡാഷ് യക്തുബു ഡാഷ് ദർസഹു. ഏതാ കൊടുക്കണ്ടേ? താലിബു. അത്വാലിബു. എളുപ്പം ചെയ്യാൻ പറ്റും. നിയമം മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതായത് ഫായിലിന്റെ ഇറാബ് എന്താണ്? റഫ്. റഫാണ്. റഫുള്ളത് നോക്കിയാൽ മതി. ഇനി യഖ്ലഉ ഡാഷ് തൗബഹു. തിഫ്ലു. തിഫ്ലു. ലബിസ ഡാഷ് മലാബിസ് അൽ ഇഹ്റാം. അൽ ഹാജ അൽ ഹാജി അൽ ഹാജു. അൽ ഹാജ്. യഖ്ലു ഡാഷ് അൽ ഉത്ല ഫിൽ മദീന. الأولاد الأولاد لا الأولاد. قرأ داش الصحيفة الصحيفة ഡാഷ് പത്രം വായിച്ചു. അൽ വലദി അൽ വലദു അൽ വലദു. ഓക്കെ. ഇതിനെ ഒരിക്കലും തെറ്റാൻ പാടില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. ഇനി പറയുന്നത് ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. അത് നിങ്ങൾ ഏകദേശം ചെയ്തിട്ടുണ്ടാവില്ലേ? ഹസു ഡാഷ് الطبيب والمريض يلقي الإمام خطبة الجمعة يمارس الناس الرياضة رضي الله عنه എന്നാണ് വരിക. അപ്പൊ ഇനി അടുത്തത് ലഅലി കുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലി ലാത്തിയ ഫായിലൻ മുനാസിബൻ. ഇനി നമുക്ക് ഫിഅൽ തന്നിട്ടുണ്ട്, ഫായിൽ വെച്ച് കൊടുക്കണം. യനാമു, എനാമു തിഫ്ലു, എനാമു അൽ വലദു, എന്ത് വേണേലും കൊടുക്കാം. സാഹ ദീഖു. ദീഖു, സാഹ ദീഖു. കതബ വലദുൻ. കതബ അൽ വലദു, അല്ലെങ്കിൽ കതബ വലദുൻ. അലിഫ് ലാം ഇട്ടിട്ടും ഇല്ലാതൊക്കെ കൊടുക്കണം. ബാഅ താജിറു. ബാഅ താജിറു അല്ലേ? പിന്നെ നമ്മള് അതിന്റെ ബാക്കിയൊന്നും കൊടുക്കണ്ട. എത്ര മതി? ഫായില് മാത്രം കൊടുത്താൽ മതി. ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായില് മാത്രം മതി.
ഉം. ഇഷ്തറ തറൽ വലതു ഇവിടെ മഫൂല് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. മഫൂലുണ്ട്, ഫായിൽ നിർബന്ധമായിട്ട് കൊടുക്കണം. മഫൂൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പം. ഇഷ്തറൽ വലതു അൽ കലമ അല്ലേ? ഹഫില حفظ محمد القرآن. ഹഫില മുഹമ്മദുൻ അൽ ഖുർആന. ഓക്കെ, എല്ലായിടത്തും ഇറാബ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇത്തരം ക്വസ്റ്റ്യനിൽ പരിഗണിക്കുക നിങ്ങൾ എഴുതുന്ന വേർഡിനേക്കാൾ അതിന്റെ ഇറാബാണ്. അപ്പൊ ഇറാബ് റഫായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അബദ്ധത്തിൽ ഒരു ലൊമ്മ ഫതഹായി പോയാൽ മാർക്ക് പോകും. മാർക്ക് മാത്രമല്ല, നമ്മൾ പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല വിഷയം പഠിക്കുന്നത്, നമ്മൾ ഈ സബ്ജക്റ്റ് കൂടി മനസ്സിലാക്കണമല്ലോ. ഓക്കെ, പിന്നെ ആരിബിൽ ജുമലൽ ആത്തിയ കമാ ഫിൽ മിസാൽ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് ഏറാബ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസ് അറബിയിൽ വരുന്ന സമയത്ത് അതിന്റെ മീനിങ് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഏറാബ് നമുക്ക് അറിയണം. അപ്പൊ അതിന് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു നല്ല ആക്ടിവിറ്റി നെഹം പഠിക്കുന്ന സമയത്ത് എന്തായാലും ഓരോ സെന്റൻസും നമ്മൾ ചെയ്തു നോക്കേണ്ടതാണ്. ഇവിടെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദഖല റജുലു ഫിൽ മസ്ജിദി. ഒരു പുരുഷൻ പള്ളിയിൽ പ്രവേശിച്ചു. ഇവിടെ ദഖല എന്താണ്? നമ്മൾ فعل ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ماضي ദഖല എന്നുള്ളത് ഫെയിലാണ് അല്ലെ? ഫെയിലിൽ തന്നെ ഏതൊക്കെ ഫെയിൽ? മാലിന്റെ മുല്ലാരിന്റെ അമ്രുണ്ട്. ഇതിൽ ഏതാ വരിക? ഫെയില് ماضي മാലിയാണ്. പിന്നെ മബ്നിയുൻ അലൽ ഫതഹി. മബ്നിയുൻ അലൽ ഫതഹി എന്ന് കൊടുക്കുക. ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ലാസ്റ്റ്, നിങ്ങളുടെ ഈ പിന്നെ പുസ്തകത്തിലെ ലാസ്റ്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കണം എന്നില്ല, നമുക്ക് പിന്നെ പറയാം എന്താണ് മബ്നിയുൻ അലൽ ഫതഹി എന്നുള്ളത്. അതായത് പിന്നെ അർറജുലു, ഞാൻ നേരത്തെ മുമ്പൊക്കെ വിശദീകരിച്ച പോലെ തന്നെ ഇതിൽ നമ്മൾ പഠിക്കാത്ത കുറെ ചോദ്യങ്ങളാണ് ഇടക്കിടക്ക് വരുന്നത്. അർറജുലു എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, അതാണ് നമ്മളിപ്പോ പഠിച്ചത്. അതിനെന്താ പറയല്? ദഖല ഫെയില് കഴിഞ്ഞാൽ പിന്നെ ഫായിലാണ് അല്ലെ? ഫായിലുൻ. ഫായിലിന്റെ ഇറാബ് മർഫൂൻ ബില്ലമ്മത്തി. ഓക്കെ, അത് ക്ലിയർ ആക്കണം. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചതിന് ശേഷം ചെയ്യാം. ഫി എന്നുള്ളത് അതും നമ്മൾ പഠിക്കാനുള്ളതാണ്, പക്ഷെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? ഫി എന്നുള്ളത് ഹുറൂഫുൽ ജർ എന്ന് പറയും, ജെറിന്റെ ഹറഫാണ്. അതായത് ഇസ്മുകൾക്ക് ജെറ് കൊടുക്കുന്ന ചില അക്ഷരങ്ങളുടെ ഫി, ഇല, ബി, അൻ എന്നൊക്കെ പറയുന്നുണ്ട്, അതിൽപ്പെട്ട. ഇപ്പൊ ഹർഫ് ജെറീൻ അത്ര പറഞ്ഞാൽ മതി. മബിനീൻ ആല സുക്കൂൻ, ഈ മബിനി മൂറബ് എന്നുള്ള ഒരു ചാപ്റ്ററിനെ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നുള്ളൂ. അപ്പൊ അതും കൂടിയും പഠിച്ചിട്ട് ആ ഭാഗങ്ങൾ ക്ലിയർ ആക്കാം. പിന്നെ അൽ മസ്ജിദി, അത് ഇസ്മൻ മജ്റൂറുൻ ബിൽ കസ്റത്തി. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം. യുസാഇദു അൽ മുഹ്സിനു അൽ ഫുഖറാ. എങ്ങനെ പറയാം? യുസാഇദു. فعل നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് مضارع വിചാരിക്കുന്നു. അപ്പൊ എഴുതിയത് പറഞ്ഞത് ഫെയിലുൻ مضارع مرفوع بالضمة ഓക്കെ. ഫെയിലുൻ മുലാരിയുൻ مبني മബനിയാണോ? مرفوع ഫെയിലുൻ മുലാരിയുൻ മർഫൂൻ. അതാണ് പറഞ്ഞത്. മബനിയും മൗറബൊക്കെ നമ്മൾ പഠിക്കാതിരിക്കുന്നുള്ളൂ. അപ്പൊ പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത് ഏതാണ് മൗറബ് ഏതാണ് മബനി എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് മുമ്പേ അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. എത്ര പറഞ്ഞാൽ മതി. ഫെയിലും മുലാരി മർഫൂൻ. പിന്നെ ബേനാവ് ഇറാബിന്റെ അടയാളങ്ങൾ ലൊമ്മത്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, അതൊക്കെ നമ്മളിനി പഠിക്കാൻ ഇരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇവിടെ എത്ര പറഞ്ഞത്? ഫെയിലും മുലാരിയും مرفوع بالضمة. മർഫൂൻ. നെക്സ്റ്റ് അൽ മുഹ്സിനു എന്താണ്? فاعل مرفوع بالضمة. ഫായിലുൻ മർഫൂൻ. ഇത്ര പറഞ്ഞാൽ മതി. ഫായിലുൻ മർഫൂൻ ബില്ലമ്മത്തി എന്നുള്ളത് പിന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് അൽ ഫുഖറ, അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. എന്താണത് ശരിക്കും? അറിയുന്നവർക്ക് പറയാം. مفعول به മഫൂല് ബിഹിയാണ്. അത് ഇവിടെ ഒന്നും നമ്മുടെ ഡിസ്കഷനിൽ എവിടെയും വന്നിട്ടില്ല. അപ്പൊ ചില ഫീലുകൾക്ക് മഫൂല് ബിഹി ഉണ്ടാവും. മഫൂല് ബിഹിയുടെ ഇറാബ് നമുക്ക് പറഞ്ഞു പോകാം. മൻസൂബൻ, മഫൂല് ബിഹി മൻസൂബ്. ഓക്കെ, ഇത്രയാണ് അതിൽ എഴുതേണ്ടത്. ഫീല് മുലാരി മർഫ്, ഫായിലുൻ മർഫ്, ഫുഖറ മഫൂല് ബിഹി മൻസൂബ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് പ്രധാനം. ഇനി അടുത്തത് ബദ അൽ ബർനാമജു ഫിൽ സബാഹി. ബർനാമജ് എന്ന് പറഞ്ഞ പ്രോഗ്രാം രാവിലെ തുടങ്ങിയതാണ്. അപ്പൊ ബദ എന്താണ്? فعل ماضي ഫെയിലുൻ മാലിൻ. പിന്നെ അൽ ബർനാമജു فاعل ഫായിലുൻ مرفوع. മർഫൂൻ. ഓക്കെ,
നെക്സ്റ്റ് പിന്നെ ഫി നേരത്തെ നമ്മൾ ഇതിലൊരു മോഡൽ പറഞ്ഞുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ഹർഫുൻ പറഞ്ഞാൽ മതി. ഫി ഹർഫ് ഹർഫു ജെറിൻ. ജറുൻ ജെറിൻ എത്ര പറഞ്ഞാൽ മതി. ഹർഫ് ജെറിൻ. പിന്നെ അസ്വബാഹി മജ്റൂർ ഇസ്മുൻ മജറൂർ മജ്റൂർ എത്ര പറഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ് എഹ്തരിമു ഫേലുൻ അന്നാസു അല്ലേ. എഹ്തരിമു ഫേലുൻ മുലാരിയുൻ ഫേലുൻ മുലാരിയുൻ. ഉം. മുലാരിയുൻ മർഫു എന്ന് കൂടിയും പറയാം. അതായത് മുലാരിയ ഫേലിന് റഫ. പിന്നെ അന്നാസു ഫായിലുൻ മർഫൂൻ ഫായിലുൻ മർഫുൻ. അൽ മുഅല്ലിമീന അതെന്താ നേരത്തെ പറഞ്ഞ പോലെ. നേരത്തെ ഫുഖറ പറഞ്ഞില്ലേ, അതുപോലെ ഇഹ്തരിമു നാസു അൽ മുഅല്ലിമീന ചെയ്യണം. മഫ്ഊലുൻ ബിഹി മൻസൂബുൻ. അപ്പൊ എന്തായിരിക്കും അതിന് മഫ്ഊലു ബിഹി എന്നാണ് പറയുക. അതായത് നമ്മൾ ചില ഫെയിലുകൾക്ക് ഫെയില് മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്ത അതിന്റെ ആ ഫായിലിൽ നിന്ന് വേറെ ഒരു ഒബ്ജക്റ്റിലേക്ക് മൂന്നാമതൊരു ഒബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? മഫ്ഊലു ബിഹി എന്നാണ് പറയാം. മൻസൂബൻ. ഇതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ മൻസൂബുൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിൽ ഫതഹത്തി എന്ന് പറയാൻ പറ്റുമോ? അൽ മുഅല്ലിമീന എന്നാണുള്ളത് അല്ലെ. നമ്മൾ നേരത്തെ ഇതിൽ കണ്ടല്ലോ എന്താണ് മഫ്ഊലു ബിഹി. നൂൻ ഇവിടെ ഇവിടെ നെസ്ബിന്റെ അടയാളം വേറെയാണ്. അതൊക്കെ നമ്മളിനി പഠിക്കാൻ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാന്നുള്ളത്. ഇനി അടുത്തത് പറയാം. ഖതഫൽ ബിന്തു സഹറത്തൻ. ഖതഫ ഖതഫത്ത് ഫേലു മാദി ഫേലൻ മാലിൻ. പിന്നെ അൽ ബിന്തു ഇത് ഫായിലുൻ മർഫൂൻ ബിൽ ലമ്മത്തി ഓക്കെ ഫായിലുൻ മർഫൂൻ. അടുത്തത് സഹറത്തൻ മഫ്ഊലു ബിഹി മഫ്ഊലു ബിഹി മൻസൂബുൻ. മൻസൂബൻ. ഓക്കെ, ഇത്രയും പറയാം. അപ്പൊ ഇത്രയാണ് ഫെയിലിയായ ജുംലയെ കുറിച്ച് പറയുന്നത്. ഫെയിലിയായ ജുംലയിൽ രണ്ട് പ്രധാനപ്പെട്ട എന്താണ് ഫെയിലി എന്ന് മനസ്സിലാക്കുക. പിന്നെ മഫ്ഊലു ബിഹി എന്താണ്, ഫെയിലിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എപ്പോഴാണ് ഫെയിലി എന്ന് പറയുക. പിന്നെ ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫായിലിന്റെ ഇറാബ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വിഷയത്തേക്ക് പോകാം. ജസ്റ്റ് ഇതിൽ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മീനിങ് കൂടി ഒന്ന് പറഞ്ഞു. ചില ആളുകൾ അത് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ട്. ഒന്നുകൊണ്ടൊന്ന് വായിക്കാം. എന്താണ് നിങ്ങളും കൂടി പറയും. മാദാ നുസമ്മിൽ ജുംലത്തല്ലത്തി തുബ്ദഉ ബിൽ ഫിഅലി. എന്താണ് അതിന്റെ അർത്ഥം? മാദാ നുസമ്മി എന്താണ് പറയുന്നത്? നമ്മൾ എന്താണ് പറയുക. നുസമ്മി നമ്മൾ എന്താണ് പറയുക. എന്തിന്? അൽ ജുംലത്തല്ലത്തി തുബ്ദഉ ബിൽ ഫിഅലി ഫിഅല് കൊണ്ട് ഫെയില് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ്. ഫെയില് കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് എന്താ നമ്മൾ പറയാ? അൽ ജുംലത്തുൽ ഫിഅലിയ. ഓക്കെ. മിമ്മ തതകവ്വനു അൽ ജുംലത്തുൽ ഫിഅലിയ. മിമ്മ തതകവ്വനു. തകവ്വന എന്ന് പറഞ്ഞാൽ ഫോം ചെയ്യുക, രൂപപ്പെടുക. അപ്പൊ മിമ്മ തതകവ്വനു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ്. മിൻ മാ എന്നാണ്. മിൻ പ്ലസ് മാ അതാണ് എന്ത്? മിമ്മ. എന്തിൽ നിന്നാണ് ജുംല ഫെയിലിയ രൂപപ്പെടുന്നത്? എന്തിൽ നിന്നാണ്? അതായത് എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക? അപ്പൊ ഇങ്ങനെ ആൻസർ ചെയ്യാ. തതകവ്വനുൽ ജുംലത്തുൽ ഫിഅലിയ മിൻ മിനൽ ഫിഅലി വൽ ഫാഇലി. അത്ര മതി. ഇതിലിപ്പോ മഫ്ഊലു ബിഹി എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. മഫ്ഊലു ബിഹി നിർബന്ധമല്ല. ജുംല ഫിഅലിയയിൽ എന്ത് മാത്രം മതി? അപ്പൊ തതകവ്വനുൽ ജുംലത്തുൽ ഫിഅലിയ മിനൽ ഫിഅലി വൽ ഫാഇലി അത്ര കൊടുത്താൽ മതി. ഇനി മാ ഹുവൽ ഫിഅലു. എന്താണ് ഫിഅല്? അപ്പൊ എന്താ ആൻസർ ചെയ്യാ? അൽ ഫിഅലു കലിമത്തുൻ തദുല്ലു അല പറഞ്ഞോ അല ഹുസൂലി ഹദസിൻ ഷൈഇന്നോ അല്ലെങ്കിൽ ഹദസിന്നോ രണ്ടും പറയാം. ഹുസൂലി ഹദസിൻ ഫി
في الزمن في فعل എന്നാണ് മാലിയ ഫീൽ എന്നല്ലല്ലോ في زمن من الأزمنة الثلاثة في زمن من الأزمنة الثلاثة അങ്ങനെ പറയണം. അപ്പോ എന്താണ് അൽ ഫിഅലു ഹുവ ഫിഅലുൻ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി അഹദിൻ മിനൽ അസ്മിനത്തി സലാസ എന്ന് പറയാം, അല്ലെങ്കിൽ ഫി സമനിൻ മിനൽ അസ്മിനത്തി സലാസ. ഇനി അരിഫിൽ ഫിഅലിൽ മാദി, ഇനി അതിന് നേരെ മാദി ആക്കാൻ എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടത്? കലിമത്തുൻ, നിങ്ങൾ ഇതിന്റെ ആൻസർ നോക്കാതെ പറയാൻ നോക്ക്. തദുല്ലു അലാ ഹുസൂലി ഹദസിൻ ഫി സമനിൽ മാദി, അത്ര ചെയ്താൽ മതി. ഇനി അൽ ഫിഅൽ മാ ഹുവൽ ഫിഅൽ മുളാരി, മുളാരി ഫിഅൽ എന്താണ്? അൽ ഫിഅലു എല്ലായിടത്തും കലിമത്തുൻ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഹുവ കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി ഹദസിൻ في الزمن المستقبلي أو الحاضري، في الزمن الحاضري أو المستقبلي. اوكي. بما يفهم زمن الفعل المضارع مستقبلا، بما يفهم എന്താ അർത്ഥം? ക്വസ്റ്റ്യൻ ആണ്. ബിമ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? സമനുൽ ഫിഅലിൽ മുളാരി, മുളാരിയായ ഫിഅല് ഏത് കാലത്തിനെയാ? സമനുൽ ഫിഅലിൽ മുളാരിയായ ഫിഅലിന്റെ സമന് മുസ്തഖ്ബലൻ, മുസ്തഖ്ബലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? മുസ്തഖ്ബലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെയാണ്? സൗഫയും സീനും സൗഫയും ചേർന്ന് വന്നാൽ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ബി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. യുഫ്ഹമു ആൻസർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. യുഫ്ഹമു സമനുൽ ഫിഅലിൽ മുളാരി മുസ്തഖ്ബലൻ ബി സീൻ വ സൗഫ. ഇത്ര കൊടുക്കുക. ആ മാക്ക് പകരം എന്ത് കൊടുക്കുക? അതിന്റെ ആൻസർ കൊടുക്കുക. ബി സീൻ വ സൗഫ. ഓക്കെ. മാ ഹുവൽ ഫാഇലു, മാ ഹുവൽ ഫാഇലു, എന്താണ് ഫാഇല്? ഇസ്മുൻ മർഫൂൻ തഖദ്ദമഹു അല്ലെങ്കിൽ യസ്ബിഖുഹു, അങ്ങനെയല്ല വന്നിട്ടുള്ളത്. യസ്ബിഖുഹു ഫിഅലുൻ മഅറൂഫുൻ. ഓക്കെ. ഫിഅലു മർഫൂൻ നമ്മളെ ചാപ്റ്ററിൽ എങ്ങനെ വന്നിട്ടുള്ളത്? അത് രണ്ട് രൂപത്തിൽ ചാപ്റ്ററിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇസ്മുൻ മർഫൂൻ യസ്ബിഖുഹു ഫിഅലുൻ. അത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇസ്മുൻ എന്താ പറയാ, ഇസ്മുൻ മർഫൂൻ യസ്ബിഖുഹു ഫിഅലുൻ മബ്നിയുൻ ലിൽ മഅലൂമി, അല്ലേ? അങ്ങനെയല്ല കൊടുത്തിട്ടുണ്ട്. അതായത് മഅറൂഫുൻ. അതെന്താ നീ അടുത്ത ചാപ്റ്ററിൽ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം, എന്താണ് മബ്നിയുൻ ലിൽ മഅലൂം. നെക്സ്റ്റ്. ഓക്കെ. ഉസ്കുർ മിസാലൈനി ലിൽ ജുംലത്തിൽ ഫിഅലിയ, എന്താ അർത്ഥം? ഉസ്കുർ മിസാലൈനി, രണ്ട് ഉദാഹരണം പറയുക. ലിൽ ജുംലത്തിൽ ഫിഅലിയ, ജുംല ഫിഅലിയ രണ്ട് ഉദാഹരണം പറയുക. പറഞ്ഞു. രണ്ട് വേഗം സിമ്പിൾ ആയിട്ട് രണ്ട് ഉദാഹരണം പറയുന്നു. ലൈബ മുഹമ്മദ്. ഓക്കെ. ഒന്ന്. നെക്സ്റ്റ്. ജലസൽ വലതു. ഓക്കെ. ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാല് നമ്മൾ ഭയങ്കര ആശയങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് ജലസൽ വലതു, നാമത്തിഫ്ലു, കതബൽ വലതു എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത്ര ചെയ്താൽ മതി. നേരത്തെ പോലെ ഉദ്കുർ സലാസ അംസല ലിൽ ഫിഅലിൽ മാദി, മാദിയായ ഫിഅലിന് ഒരു 3 ഉദാഹരണം പറയുക. ഇതൊക്കെ എളുപ്പമല്ലേ? അതൊക്കെയാ. പിന്നെ അടുത്ത് ഉദ്കുർ സലാസ അംസല ലിൽ ഫിഅലിൽ മുളാരി, മുളാരിയ ഫിഅലിന് 3 ഉദാഹരണം എഴുതുക. ഇനി ഇതില് ഒരു അസൈൻമെന്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റത്തിബ് കലിമാത്ത് കുല്ലു മജ്മൂഅ മിമ്മ യഅതി ബിഹൈസ് തകൂനു ജുംലതൻ ഫിഅലിയ. കുറച്ച് വാക്കുകൾ ഡിസോർഡർ ആയി തന്നിട്ടുണ്ട്. അത് ജുംല ഫിഅലിയ ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പറയണം. എന്നിട്ട് അതിന്റെ സുമ്മ ഖത്തൻ തഹ്തൽ ഫാഇലി, ഫാഇലിന് താഴെ അടിവര ഇടുക. വളബിതു ബിശക്ലി കമാ ഫിൽ മിസാൽ. എന്നിട്ട് അതിന്റെ ഹർക്കത്ത് കൃത്യമായിട്ട് എഴുതുകയും ചെയ്യാം. അപ്പോ ഇവിടെ കൊടുത്തിട്ടില്ല അൽ അബ്ദു റബ്ബഹു ഹമിദ. എങ്ങനെയാണ് വായിക്കേണ്ടത് കറക്റ്റ് ആയിട്ട് ജുംല ഫിഅലിയ ആക്കിയിട്ട്? ഹമിദൽ അബ്ദു റബ്ബഹു. യെസ്, ഹമിദൽ അബ്ദു റബ്ബഹു. അഹ്സൻതും.
അതുപോലെ അൽ ആലമു അല്ലാഹു ഖലക. ഖലഖല്ലാഹുൽ ആലമ. 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 അപ്പൊ ആദ്യം എന്താ പറയണ്ടത്? ഫെയില് പറയണം, പിന്നെ ഫയല് പറയണം, മഫ്ഊല് ബിഹി പറയണം. അശംസു മുഷ്രിഖത്തൻ തജ്രി. അതിലിപ്പോ നിങ്ങൾ പഠിക്കാത്തൊരു വേർഡ് അതിൽ വന്നിട്ടുണ്ട്. തജ്രി ഷംസു. അത്ര പറഞ്ഞാൽ തന്നെ മുഷ്രിഖത്തൻ. ഓക്കെ, തജ്രി ഷംസു. ഇനി അൽ കംഹു അൽ ഫല്ലാഹു യസ്റഉ. യസ്റഉൽ ഫല്ലാഹു അൽ ഖംഹ. അഹ്സൻതും. നെക്സ്റ്റ് ഖുറത്തുൽ ഖദം അത്തുല്ലാബ് യൽഅബു. യൽഅബു തുല്ലാബു ഖുറത്തുൽ ഖദമ. മിൻ ദുബൈ അൽ അബു ജാ. ഇത് വളരെ എളുപ്പമാണല്ലോ, ഫുള്ള് ഫെയിലും അവസാനം കൊടുത്തിട്ടുള്ളത്. നേരെ തിരിച്ചു വായിച്ചാൽ മതി അല്ലേ? ജാ അൽ അബു മിൻ ദുബൈ. മിൻ ദുബൈ. നെക്സ്റ്റ് എങ്ങനെ പറയും? യുഅർരിദുൽ ഉസ്ഫൂറു ഫൗഖ അശ്ശജറ. ഫൗഖ അശ്ശജറതി. ഓക്കെ. ഇനി അഈദ ഖായിമത്തുൽ ജുമലുൽ ഫിഅലിയ വമയ്യിസ് അൽ അഫ്ആൽ അൽ വാരിദ ഫിഹാ കമാ ഫിൽ മിസാൽ. പിന്നെ ഫെയിലിയായ ജുംലകളുടെ ഒരു ലിസ്റ്റ് എഴുതാനാണ്. കുറെ ജുംല ഫെയിലിയ എടുത്തിട്ട് എഴുതി ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ഓക്കെ. ഇനി അവിടെ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോവാം. ജുംല ഫെയിലിയയുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും പറയുന്നത് ഇതില് ഫെയിലിയായ ജുംലയുടെ വേറെ ഒരു രൂപത്തെ കുറിച്ചാണ്. നമ്മളിപ്പോ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള രൂപം എന്താണ്? അവിടെ കതബൽ വലതു ദർസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ജുംല ഫെയിലിയ രൂപം ഉണ്ടാവാറുണ്ട്. അതും കൂടിയാണ് ഇവിടെ പറയുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ അൽ മബ്നിയുൽ മഅറൂഫി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ മബ്നിയുൽ മഅലൂമി. മബ്നിയുൽ മഅലൂമി എന്ന് പറഞ്ഞാൽ ഫെയില് രണ്ട് രൂപത്തിലാണ് സാധാരണ രൂപപ്പെടാറുള്ളത്. ഫെയിൽ തന്നെ സാധാരണ മാളിയായ ഫെയിൽ ആണെങ്കിലും മുലാരിയായ ഫെയിൽ ആണെങ്കിലും രണ്ട് രൂപത്തിലാണ് പറയാറുള്ളത്. അതിലൊന്നാണ് മബ്നിയുൽ മഅലൂമി. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മബ്നിയുൽ മഅലൂമി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു നോക്കാം. ഇവിടെ നോക്കുക, ദഅനാ നുലാഹിലുൽ ജുമലൽ ആതിയ. താഴെ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നിരീക്ഷിച്ചു നോക്കാം. അസ്അഫ ത്വബീബു അൽ ജരീഹ. അസ്അഫ ത്വബീബു അൽ ജരീഹ എന്താണ്? ഡോക്ടർ. ജരീഹ് എന്ന് പറഞ്ഞാൽ മുറിവേറ്റവൻ, മുറിവേറ്റ ആള് പിന്നെ സഹായിച്ചു. അസ്അഫ എന്ന് പറഞ്ഞാൽ സഹായിക്കാന്നല്ല. സ്റ്റാഫ്, നമ്മള് മെഡിക്കൽ കെയർ നൽകുന്നതിനാണ് അസ്അഫ എന്ന് പറയുന്നത്. നമ്മള് ഇസ്ആഫ് എന്നൊക്കെ പറയും അല്ലെ? ആംബുലൻസിന് എന്താ പറയാ? ആംബുലൻസിന് സയ്യാറ ഇസ്ആഫ് എന്നാണ് പറയുന്നത്. സയ്യാറ ഇസ്ആഫ്. അപ്പോ അസ്അഫ ത്വബീബു അൽ ജരീഹ. വേറൊന്ന് നസഹൽ മുഅല്ലിമു അത്തിൽമീദ. അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചു. അക്കലൽ വലതു അൽ മൗസ. കുട്ടി പഴം കഴിച്ചു. ഇതേ സെന്റൻസ് വേറെ ഒരു രൂപത്തിലേക്ക് പറയാണ്. ഇതേ ആശയം. ഉസ്ഇഫൽ ജരീഹു. മുറിവേറ്റവൻ സഹായിക്കപ്പെട്ടു. നുസിഹത് തിൽമീദു. വിദ്യാർത്ഥി ഉപദേശിക്കപ്പെട്ടു. ഉക്കിലൽ മൗസു. പഴം ഭക്ഷിക്കപ്പെട്ടു. ഇവിടെ ഇനി ഫെയിലിന്റെ വേറൊരു രൂപമാണ് നമ്മൾ പറയുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം, കുറച്ചുകൂടി എളുപ്പമുള്ള. ഇപ്പോ ഖതല അർ-റജുലു ഹയ്യതൻ. എന്താ അർത്ഥം എന്നറിയോ? പുരുഷൻ പാമ്പിനെ കൊന്നു. പുരുഷൻ പാമ്പിനെ കൊന്നു. അപ്പൊ ഇവിടെ നമുക്ക് ആരാണ് കൊന്നത്? റജുലാണ് കൊല്ലപ്പെട്ടത്. അല്ലെങ്കിൽ ജീവൻ പോയത് എന്തിനാണ്? പാമ്പിന്റെയാണ് അല്ലെ? ഇവിടെ നമുക്ക് ആരാണ് കൊന്നത് എന്നറിയാം. എന്നാൽ ഈ കൊന്നത് ആരാന്ന് അറിയാത്തൊരു സന്ദർഭം, അല്ലെങ്കിൽ കൊന്ന ആൾക്ക് പ്രസക്തി ഇല്ലാത്തൊരു ഘട്ടം, അത്തരം ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ്. ഇവിടെ ഹയ്യത്ത് തൽക്കാലം ഒന്ന് മാറ്റുന്നുണ്ട്, കാരണം അവിടെ മുഅന്നസ് ആയതുകൊണ്ട് നമുക്കതിനെ മുദക്കറാക്കാം. സുബാനൻ, അല്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ. കുത്തില കൊല്ലപ്പെട്ടു. അസ്സുബാനു. ആരാണ് കൊല്ലപ്പെട്ടത്? എന്താണ് കൊല്ലപ്പെട്ടത്? പാമ്പ് കൊല്ലപ്പെട്ടു. ആരാണ് കൊന്നതെന്ന് ഇപ്പൊ ആ സെന്റൻസ് മനസ്സിലാവുന്നുണ്ടോ?
ഇല്ല. ഇല്ല. എന്നാൽ കൊല്ലപ്പെട്ട വസ്തു എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോ ഫായില് മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഫായിൽ ഇല്ലാതിരിക്കൂല, ഫായിൽ പറയപ്പെടാത്ത അല്ലെങ്കിൽ ഫായിലിന് പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ഇപ്പൊ നമ്മളിങ്ങനെ പറയാണ്, എന്താ പറയാ, കള്ളൻ പിടിക്കപ്പെട്ടു. അപ്പൊ നമ്മള് കള്ളനെ പിടിച്ചത് പോലീസാണ് നമുക്കറിയാം, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഹുബില ലിസ്സു, ഹുബില ലിസ്സു. ഇവിടെ ഇപ്പോ അത് പിന്നെ കള്ളനാണ് പിടിച്ചത്, അല്ല പോലീസാണ് പിടിച്ചതെന്ന് പറയണമെങ്കിൽ കബല അഷുർത്തിയു അല്ലിസ്സ എന്ന് പറയണം. ഇതാണ് നമ്മൾ കുബില എന്നാക്കി മാറ്റിയത്. അപ്പൊ ഇവിടെ പോലീസ് ആണ് എന്ന് നമുക്ക് അറിയാം, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പറയേണ്ട അല്ലെങ്കിൽ അറിയപ്പെടാത്ത, ആരാണ് പിടിച്ചെന്ന് അറിയാത്ത ഒരു സന്ദർഭമാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ മാല മോഷ്ടിക്കപ്പെട്ടു, സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആരാണെന്ന് അറിയില്ല. ഒരു സാധനം ഇപ്പൊ ഇവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു പഴം, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ തൊലി മാത്രമേ ഉള്ളൂ. ആരാണ് അതിന്റെ ഇടയിൽ കഴിച്ചു പോയതെന്ന് നമ്മളൊന്ന് അങ്ങോട്ടൊന്ന് മാറിയപ്പോഴേക്ക് പഴം ആരോ കഴിച്ചു. അപ്പൊ എന്ത് പറയാ? ഉക്കിലൽ മൗസു, എന്താ പറയാ? പഴം കഴിക്കപ്പെട്ടു. വിദ്യാർത്ഥിക്ക് ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ട്, ആരാണ് കൊടുത്തതെന്ന് അറിയില്ല. അധ്യാപകനാണോ, സുഹൃത്താണോ, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ആരെങ്കിലും ആണോ, പിതാവാണോ, ഉമ്മയാണോ, ആരെന്തോന്ന് അറിയില്ല. അതേപോലെ തന്നെ മുറിവേറ്റ ഒരാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്, ഡോക്ടറാണോ അല്ലെങ്കിൽ നഴ്സാണോ, ആരാണ് ചെയ്തതെന്ന് അറിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ ആ ഫേലിനെ എന്താക്കാണ്? മജ്ഹൂലാക്കുകയാണ്. സാധാരണ ഒരു ഫേലിനെ ഇപ്പൊ കത്തബ എന്നുള്ള ഒരു ഫേലാണെങ്കിൽ ഇതാണ് സാധാരണ ഒരു മാലിയുടെ 3 അക്ഷരമുള്ള ഒരു മാലിയായ ഒരു ഫേലിന്റെ രൂപം. ഇതിനെ മജ്ഹൂലാക്കുക, മബ്നിയുല്ലിൽ മജ്ഹൂൽ എന്ന് പറയും. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫായിലിനെ അറിയപ്പെടാത്ത, ഫായിൽ പറയപ്പെടാത്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു ഫേലിന്റെ ഫോമിനാണ് മജ്ഹൂലായ ഫേല് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താകും? ക എന്നുള്ളത് കു എന്നാവും, ത എന്നുള്ളത് കെസറായിട്ട് കുത്തി എന്നാവും, അവസാനം ഫതഹ്, കുത്തിബ, കതബ, കുത്തിബ. ഇതാണ് മജ്ഹൂലായ ഫോം. ഇത് നിങ്ങൾ സർഫൊക്കെ പഠിച്ച സമയത്ത് ചിലപ്പോൾ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലെ? ജലസെ ജലസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ജുലൂസൻ ഫഹുവ ജാലിസൻ വ ജുലിസ, അല്ലെങ്കിൽ കതബ യക്തുബു കിതാബത്തൻ ഫഹുവ കാത്തിബൻ വ കുത്തിബ യുക്തബു, കുത്തിബ. അപ്പൊ ആ ഒരു ഫോം, അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്ക്, ഇതാ തഅമ്മല ഫിൽ ജുമലിൽ വാരിദ ഖാരിജൽ ഖൗസൈനി, ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള അസ്ഹബ തബീബു അതുപോലെയുള്ള സെന്റൻസുകളെ നമ്മൾ പരിശോധിച്ചാൽ ഫിഹ, അത് ഫായിലുണ്ട്. വഹാദ് തർക്കീബ് വാലിഹുല്ലദൈക് എന്ന് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എനിക്ക് സൗണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഓഡിയോ ക്ലിയർ അല്ലേ? ഇവിടെ നെറ്റ്വർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ബ്രേക്കായി കുറച്ചു. ബ്രേക്ക് ആണല്ലേ? അപ്പോ അമ്മൽ ജുമലിൽ വാരിദ ബൈനൽ ഖൗസൈൻ, അപ്പോൾ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് വന്നിട്ടുള്ള സെന്റൻസുകൾ ഫതറ അലൈഹ ബഅദു തഗയ്യുറാത്ത്, നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൽ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ? അസ്അഫ എന്നുള്ള ഫേല് ഉസ്ഇഫ എന്നായിട്ടുണ്ട്, നസഹ എന്നത് നുസിഹ എന്നായിട്ടുണ്ട്, അഖല എന്നത് ഉക്കില എന്നായിട്ടുണ്ട്. ഓക്കെ. ഫിൽ മഅന, അർത്ഥത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് സഹായിച്ചു എന്നാണ്, മറ്റേത് സഹായിക്കപ്പെട്ടു എന്നാണ്. ഒന്ന് ഡോക്ടർ സഹായിച്ചു എന്നാണ്, മറ്റേത് മുറിവേറ്റ ആൾ സഹായിക്കപ്പെട്ടു എന്നതാണ്. വൽ മബ്ന, അതേപോലെ സ്ട്രക്ചറിലും നേരത്തെ പറഞ്ഞതിൽ തൊബീബ് എന്നുണ്ട്, ഉസിഫയിൽ തൊബീബിനെ കാണാനില്ല, മുഅല്ലിമിനെ കാണാനില്ല, വലത് കാണാനില്ല. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മളിനി ഒന്നും കൂടി വിശദീകരിച്ച് പറയുന്നത്. അപ്പോ എന്താ പറയണേ ഇനി? അതാണ് ബിനാ ഉൽ ഫിഅലി ലിൽ മജ്ഹൂലി, ഫിഅലിനെ മജ്ഹൂലിന് വേണ്ടി എടുക്കുക. മജ്ഹൂലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഫായില് അറിയപ്പെടാത്ത രൂപത്തിലേക്ക് ഫേലിനെ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് ബിനാ ഉൽ ഫിഅലിൽ മജ്ഹൂൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഖബല ദുഖൂലി ഫി തഫാസിൽ അൽ ഫിഅലിൽ മബ്നിയിൽ അൽ മജ്ഹൂൽ, മജ്ഹൂലായ ഫിഅലിന്റെ
അല്ലെങ്കിൽ രണ്ട് രൂപത്തിൽ അതിനെ പറയാം. എന്താ പറയാ, യുസമ്മ ആയിദൻ ഫെയിലുൻ ലം യുസമ്മ ഫാഇലുഹു. മജ്ഹൂലായ ഫെയിലിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഫെയിലുൻ, ലം പറയൂ. യുസമ്മ ഫെയിലുൻ ലം ഫാഇലുഹു. യുസമ്മ ഫാഇലുഹു. ഫായിൽ പറയപ്പെടാത്ത ഫെയില്. രണ്ടൊന്നു തന്നെ. ഒന്ന് മജ്ഹൂൽ എന്ന് പറയും, മറ്റൊന്ന് എളുപ്പം പറയാൻ പറ്റുന്നത് മജ്ഹൂലായ ഫെയിൽ എന്നാണ്. മബ്നിയുൽ മജ്ഹൂൽ എന്ന് പറയാം, മജ്ഹൂലായ ഫെയിൽ എന്നാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അലൈന അൻ നഫ്ഹമൽ ഫിഅലൽ മബ്നിയ ലിൽ മഅലൂം. എന്താണ് മഅലൂമായ മബ്നിയ ലിൽ മഅലൂമായ ഫെയിൽ എന്ന് പറഞ്ഞാൽ? മഅലൂമായ ഫെയിലിന് നമുക്ക് എന്തുകൂടിയും പറയാം? അൽ ഫിഅലുൽ മബ്നിയ ലിൽ മഅലൂമി അവൽ ഫിഅലുൽ മഅറൂഫ്. അതിന് എന്തുകൂടിയും പറയാം? രണ്ട് പേരുണ്ട്. ഫിഅൽ മഅറൂഫ്, ഫിഅൽ അൽ മബ്നിയ ലിൽ മഅലൂം. ഇത് രണ്ടും എന്താണെന്ന് ആദ്യം പറയണ്ടേ? ഇത് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ ഇത് പറഞ്ഞിട്ടല്ലേ അതിന്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഹുവൽ ഫെയിലുല്ലദീ യുറഫു ഫായിലുഹു. അത് എന്താണ്? ഫായിൽ അറിയപ്പെടുന്ന ഫെയിലാണ്. ഫായിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഫായിലിനെ പറയും. യുദ്കറു, ആ ഫായിൽ പറയപ്പെടും. സവാഉൻ കാന ഹാദൽ ഫായിലു ലാഹിറൻ ഔ ലമീറൻ. ആ ഫെയില് പിന്നെ പ്രത്യക്ഷത്തിൽ ഉള്ളതാവട്ടെ അല്ലെങ്കിൽ പറയാതിരിക്കട്ടെ. ഇപ്പോ ഇവിടെ ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കതബൽ വലതു അദ്ദർസ. എന്താ മീനിങ്? ദർസ എന്നാണ്ടോ? എന്താ മീനിങ്? പറയൂ. കുട്ടി പാഠം കുട്ടി എഴുതി. പാഠം എഴുതി. അൽ വലതു കതബ ദർസ. അതോ? അതും അതന്നെ. അതെ, മീനിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല. കുട്ടി പാഠം എഴുതി. പക്ഷെ ഇതിൽ ഒന്നാമത്തെ സെന്റൻസിൽ കതബ, അതിന്റെ ഫായിൽ ഏതാ? വലത്. അൽ വലതു. രണ്ടാമത്തേൽ ഒരു കതബ ഉണ്ട്, അവിടെ ഫായിൽ എവിടെ? നമ്മൾ ഫായിൽ എന്തായാലും വേണം. ഒരു ഫെയിൽ വന്ന ഫായിൽ നിർബന്ധമാണ്. അതിന്റെ ഫായിൽ തൊട്ട് മുമ്പുള്ള വലത് എന്നുള്ളതാണോ? ദർസു എന്നല്ല, ദർസ എന്നാണ്. അത് മഫ്ഊൽ ബിഹി ആണ്. രണ്ടിടത്തും മഫ്ഊൽ ബിഹി ആണ്. അൽ വലതു രണ്ടും മഫ്ഊൽ ബിഹി ആണ്. ഇവിടെ കതബ എന്നുള്ള ഫെയിലിന്റെ ഫായിൽ എന്താണ്? കതബ. എങ്ങനെ പറയാം? അൽ വലതു കുട്ടി. കതബ സാധാരണ ഫെയിൽ മീനിങ് പറയല്ലേ, അവൻ എഴുതി എന്നാണ് പറയാം. അപ്പൊ കതബന്റെ ഉള്ളിൽ എന്തുണ്ട്? കതബ അവൻ എഴുതി അല്ലെ. അപ്പൊ അവിടെ ഒരു ഹുവ ഉണ്ട്. ആ ഹുവ കാണുന്നുണ്ടോ? ഇല്ല. 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 അപ്പൊ ഫായിൽ ഇവിടെ ഹുവ എന്നുള്ള കാണാത്ത ഒരു ലമീറാണ്. അതിന് ലമീർ എന്ന് പറയാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? യുദ്കറു സവാഉൻ കാന ഹാദൽ ഫായിലു ലാഹിറൻ ഔ ലമീറൻ. ചില ഫെയിലുകൾക്ക് ശേഷം ലമീർ പ്രത്യക്ഷത്തിൽ കാണാം, ചില ഫെയിലുകൾക്ക് ശേഷം ഫായിൽ പ്രത്യക്ഷത്തിൽ കാണില്ല, ലമീർ ആയിരിക്കാം. അപ്പൊ രണ്ടായാലും എന്തുണ്ട്? അറിയാം. എന്തറിയാം? ഫായില് പറയോ അല്ലെങ്കിൽ അറിയോ ചെയ്യാം. അതുകൊണ്ടാണ് അത്തരം ഫെയിലുകൾക്ക് എന്ത് പറയുന്നത്? ഫെയിലുൻ മഅറൂഫ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് എന്നാണ് അർത്ഥം. നോൺ ആണ്. ഫായിൽ സബ്ജക്റ്റ് നോൺ ആണ്. അതാണ് മഅറൂഫിന്റെ അർത്ഥം. എന്നാൽ അമ്മൽ ഫെയിലുൽ മജ്ഹൂലു, എന്നാൽ മജ്ഹൂലായ ഫെയില്. ഇനിയിപ്പോ ഈ വലതു നമുക്ക് ഫായിലിനെ കളിയാണ്. അപ്പോ വലതു എന്നുള്ളതിനെ ഫായിലിനെ മാറ്റി, എന്നിട്ട് ദർസിനെ ആ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോ ഫായിലിന്റെ സ്ഥാനത്ത് എന്താ ഉണ്ടായിരുന്നു? അല്ല, ഫായിലിന്റെ ഇറാബ് എന്തായിരുന്നു? റഫ് അല്ലേ? അപ്പൊ ആ മഫ്ഊലിനെ നേരത്തെ ഉണ്ടായിരുന്ന മഫ്ഊലിനെ ഫായിലിന്റെ സ്ഥാനത്തേക്ക് ആണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫായിലിന്റെ ഇറാബ് മഫ്ഊൽ സ്വീകരിക്കുകയാണ്. അതിന്റെ കൂടെ ഫെയിലിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. കതബ എന്നുള്ളത് എന്തായി മാറും? കു എന്നായി കുത്തിബ എന്നുള്ള രൂപത്തിലേക്ക് മാറി. അപ്പൊ കുത്തിബ ദർസു, പാഠം എഴുതപ്പെട്ടു. അവിടെ ഫായിലിന്റെ സ്ഥാനത്തേക്കാണ് മഫ്ഊൽ വന്നത്. അപ്പൊ ഫായിലിന്റെ സ്ഥാനത്ത് വന്ന ഒരു ഇസ്മ ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് കൂടി പറയാം? അതിന് പറയാം നായിബ്. അതും കൂടി പറയണ്ട കേട്ടോ, അതും കൂടി നേരത്തെ പറഞ്ഞു പോവാണ്. നായിബുൽ ഫായിൽ. അപ്പൊ കുത്തിബ എന്നത് ഫിഅലുൻ മജ്ഹൂലുൻ. അപ്പൊ ഫെയിൽ വന്ന് മജ്ഹൂലായി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം വരുന്ന ഇസ്മ എന്താണ്? ഫായിൽ അല്ല, പിന്നെന്തായിരിക്കും? നായിബ് ഫായിൽ. നായിബുൽ ഫായിൽ എന്നാണ് പറയുന്നത്. നായിബുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ അസിസ്റ്റന്റ്, പകരക്കാരൻ. നമ്മള് പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് നായിബ് റئീസ് ആണ്, വൈസ് പ്രസിഡന്റ് ആണല്ലോ യോഗങ്ങളൊക്കെ നിയന്ത്രിക്കുക. അതുപോലെ, അല്ലെങ്കിൽ പിന്നെ ആ റോള് ചെയ്യുക. അതുപോലെയാണ് ഫായിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ ഫായിലിന്റെ സ്ഥാനത്തേക്ക് മഫ്ഊൽ വരും. അപ്പോ
ഇത്തരം ഒരു പ്രയോഗം എപ്പോഴേ വരുള്ളൂ? ഫായിലിൽ അല്ല മഫ്ഊൽ ബിഹി ഉള്ള ഫീലുകൾക്കേ വരുള്ളൂ. എല്ലാ ഫീലുകൾക്കും മഫ്ഊൽ ബിഹി ഉണ്ടാവോ? ഇല്ല. ഇല്ല. മഫ്ഊൽ ബിഹി ഇല്ലാത്ത രണ്ട് ഫീല് പറയും. ലഹിക്കൽ വലതു. ലഹിക്കൽ വലത്. ഓക്കെ, ഒന്നുകൂടി. കത്തബൽ വലതു. കത്തബൽ വലതിന് മഫ്ഊലില്ലേ? ഇപ്പൊ നമ്മൾ എഴുതില്ലേ? കത്തബൽ വലതു അദ്ദർസ. ദറസ്. ഇല്ലാത്തത് നാമൽ നാമൽ ആ. കിത്തു. നാമൽ വലതു. ഓക്കെ, ഒന്നുകൂടി പറയും. എന്താണ്? ബക്കൽ വലത്. ബക്കൽ വലതു. ബക്ക അല്ലെ? ബക്കൽ വലതു, കുട്ടി കരഞ്ഞു. ഓക്കെ, അപ്പൊ അത്തരം ഫീലുകൾ മഫ്ഊല് സ്വീകരിക്കാത്തതാണ്. അതിന് പിന്നെ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, മഫ്ഊൽ ഓൾറെഡി ഇല്ല, പിന്നെ അത് മജ്ഹൂലായിട്ട് വരേണ്ട ആവശ്യമില്ല. അത്തരം എന്നാൽ മഫ്ഊൽ ബിഹി വരുന്ന ഫീലുകളാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരം രൂപത്തിൽ ഉപയോഗിക്കാം. നോക്കാം, ഇനി പറയുന്നത് എന്തൊക്കെ നോക്കാം. അമ്മൽ ഫെയിലിൽ മജ്ഹൂലു, മജ്ഹൂലായ ഫെയില് എന്ന് പറഞ്ഞാൽ അതിനെന്തും കൂടി പറയാം, ഫെയിൽ നംസ്തമ ഫായിലുഹു, അങ്ങനെ പറയാം. ആ ഒരു പ്രയോഗം നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് ഫെയിൽ മജ്ഹൂൽ തന്നെയാണ്. ഫഹുവൽ ഫെയിലു അല്ലതി, അതൊരു ഫെയിലാണ്. ലാ യുറഫ് ഫായിലു, ഫായിൽ അറിയപ്പെടാത്തതാണ്. ഫായിൽ അറിയപ്പെടാത്തത് എന്നാണ് അർത്ഥം. മാറൂഫിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ യകൂനുൽ മഫ്ഊലു ബിഹി, അപ്പൊ മഫ്ഊലു ബിഹി എന്തായിരിക്കും? നായിബൻ അനിൽ ഫായിൽ, ഫായിലിന് പകരമായിട്ട് അവിടെ വരും. മഫ്ഊലു ബിഹി ഇപ്പൊ നമ്മൾ കതബൽ വലതു ദർസ എന്നുള്ളതിന്റെ ദർസ് എന്തായി മാറി? ഫായിലിന്റെ വലതു എന്ന സ്ഥാനത്തേക്ക് മാറിയിട്ട് നായിബ് ഫായിലായി. അപ്പൊ നായിബ് ഫായിൽ ആകുമ്പോൾ എന്റെ ഇറാബും സ്വീകരിക്കും. ഏതിന്റെ ഇറാബായിരിക്കും? മഫ്ഊൽ ബിഹിയുടെ ഇറാബ് നസ്ബായിരുന്നു അല്ലെ? പക്ഷെ അത് ഫായിലിന്റെ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അതിന്റെ ഫായിലിന്റെ ഇറാബ് സ്വീകരിച്ചു. അപ്പൊ എന്തായിരിക്കും നായിബ് ഫായിലിന്റെ ഇറാബ്? റഫ് ആയിരിക്കും. അപ്പൊ നായിബ് ഫായിലിന്റെ ഇറാബ് റഫാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഫെയിലും എന്താണ്? ജുംല ഫെയിലി തന്നെയാണ്. അപ്പോ ഒന്നുകിൽ ആ ഫെയില് മജ്ഹൂലാവും മാറൂഫാവും. മാറൂഫ് ആണെങ്കിൽ ഫായിൽ ഉണ്ടാവും, മജ്ഹൂൽ ആണെങ്കിൽ നായിബ് ഫായിൽ ഉണ്ടാവും. അത്തരം രണ്ട് ഫെയിലുകൾക്കും ഫെയിലിയായ ജുംല എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, ഇനി കുറച്ച് ഉദാഹരണങ്ങൾ. ഒന്നുറയിലെ മിൻഹ, താഴെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൈഫ യഖ്തലിഫുൽ ഫിഅൽ മജ്ഹൂൽ, മജ്ഹൂലായ ഫിഅൽ എങ്ങനെയാണ് മാറുന്നത് നോക്കാം. മിനൽ ഫിഅലിൽ മാറൂഫ്. നോക്കാം, അക്കല ഖാലിദുൻ അൽ ഖുബ്സ, അതെന്തായി മാറി? ഉക്കിലൽ ഖുബ്സു. ഇവിടെ എന്താ സംഭവിച്ചത്? ഖാലിദിനെ മാറ്റിയിട്ട് കളഞ്ഞിട്ട് ആ ഖുബ്സ സ്ഥാനത്തേക്ക് വന്നു. അപ്പൊ ഖുബ്സു എന്നായി, ലമ്മായിട്ട് മാറി. യശ്റബുൽ വലതു അൽ അസീറ, ഇതെന്തായി മാറി? യുഷ്റബു. ഇവിടെ മുലാരിയ ഫീലാണ്. അപ്പൊ ശ്രദ്ധിക്കാം, മുലാരിയ ഫീലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്? യുഷ്റബു. ഇനി വലതിനെ കളഞ്ഞിട്ട് അസീർ അവിടേക്ക് വന്നു, അൽ അസീറു. ഇഹ്തറമ, ഇഹ്തറമ എന്നുള്ള ഫീലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത് ശ്രദ്ധിക്കുക. ഇഹ്തറമ ത്വാലിബു അൽ മുഅല്ലിമ, ഇവിടെ താലിബ് എന്നുള്ളത് ഫായിലാണ്. ഫായിലിനെ കളഞ്ഞിട്ട് മുഅല്ലിമിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ഉഹ്തുരിമ അൽ മുഅല്ലിം, ഉഹ്തുരിമ എന്നാണ്. അപ്പൊ എല്ലാ മജ്ഹൂലിനും നിങ്ങൾ ഒരു കോമൺ ഫീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫീൽ അതൊക്കെ തുടങ്ങുന്നത് ഏതക്ഷരം കൊണ്ടാ, അല്ല ഏത് ഹർക്കത്ത് കൊണ്ടാ? എല്ലാം ലമ്മാണ് അല്ലെ? ലമ്മാണ്. റഫ് എന്നുള്ളത് നമ്മൾ എപ്പോഴും അവസാനം വരുന്നിടത്ത് മാത്രം പറഞ്ഞു. ആദ്യത്തെ രണ്ടാമത്തേക്ക് ഹർക്കത്ത് പറയുമ്പോൾ ലമ്മ് ഫതഹ് കസ്ർ തന്നെയാണ് പറയാം. ഓക്കെ, അംസലിൽ വാരിദ ഖാരിജ അൽ ഖൗസൈൻ, ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് വന്നിട്ടുള്ള ഉദാഹരണങ്ങള് ഏതാ? അസീർ എന്ന് പറഞ്ഞ ജ്യൂസ്, ജ്യൂസ്, ജ്യൂസ്. കുട്ടി ജ്യൂസ് കുടിക്കുന്നു എന്ന്. ഫിൽ അംസലിൽ വാരിദ ഖാരിജ, ഇഹ്തറമയുടെ അർത്ഥം അറിയില്ലേ? ഇഹ്തറമ, ഇഹ്തറമ എന്താ? ഇഹ്തിറാം നമ്മൾ പറയില്ലേ, അൽ മുഹ്തറം എന്നൊക്കെ പറയില്ലേ? യെസ്, ബഹുമാനിക്കുക, ബഹുമാനിച്ചു. ഇനി നമുക്ക് ബ്രാക്കറ്റിന്റെ പുറത്തുള്ള കുറച്ച് ഉദാഹരണങ്ങൾ. നറ അൽ ജുമലൽ ഫിഅലിയ അല്ലതി തുബ്ദഉ ബിൽ അഫ്ആലിൽ മഅറൂഫ, മഅറൂഫായ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംല ഫിഅലിയകളാണ്. അതായത് അക്കലയുണ്ട്, ഇഷ്റബു എന്നതുണ്ട്, ഇഹ്തറമ എന്നതുണ്ട്. എന്നാൽ അമ്മൽ അംസലത്തുൽ വാരിദ ബൈനൽ ഖൗസൈൻ, ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് വന്ന ഫീലുകൾ ഫഹിയ മബ്ദൂഅത്തുൻ ബിൽ അഫ്ആലിൽ മജ്ഹൂല, അതൊക്കെ മജ്ഹൂലായ ഫീലുകളാണ്. ഉക്കിലയുണ്ട്, യുഷ്റബു, ഉഹ്തരിമ. എന്താണ് ഇവിടെ വ്യത്യാസം? അതാണ് ഇനി പറയേണ്ടത്. മിനൽ മിസാൽ അവൽ വാരിദൽ ഖാരിജൽ ഖൗസൈനി, അക്കല ഖാലിദൻ അൽ ഖുബ്സ. ഓരോന്നും എടുത്ത് നോക്കണം. ഫഹിംന, നമ്മൾ മനസ്സിലാക്കി. അന്നല്ലതേ അക്കലൽ ഖുബ്സ, ഇവിടെ ഖുബ്സ് കഴിച്ചതാരാണ്? അത് ഖാലിദാണ് അല്ലെ? അപ്പൊ ഫായിലുൽ അക്കിൽ, ഇവിടെ അക്കല എന്ന ഫീലിന്റെ പ്രവൃത്തി ചെയ്ത ആള് ഖാലിദ് ആയിരുന്നു.
ആ ഖാലിദ് അവിടെ സെന്റൻസിൽ മഅലൂമുൻ അറിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ മഅറൂഫുൻ രണ്ടാലൊന്ന് ഉപയോഗിക്കും. വലിദാലിക നഖൂലു അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇന്നൽ ഫഅല അക്കല, അക്കല എന്ന ഫഅല് അല്ലദീന അലമു ഫാഇലഹു നമുക്ക് അതിന്റെ ഫാഇലിനെ അറിയാവുന്നതാണ്, അത് ഫഅലുൻ മബ്നിയുൽ ലിൽ മഅലൂമി. അപ്പൊ അക്കലൽ ഖാലിദുൻ അൽ ഖുബ്സ എന്നതിൽ അക്കല അത് മഅലൂമായ ഫഅലാണ്, അല്ലെങ്കിൽ മഅറൂഫായ ഫഅലാണ്. അതേപോലെ എന്നാൽ അതിന്റെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് വന്നപ്പോഴോ അല്ല ജുംലൽ വാരിദ ബൈനൽ ഖൗസൈൻ ഉക്കിലൽ ഖുബ്സു, ഇവിടെ എന്താ സംഭവിച്ച, അലിംന മിൻ ഹാദിൽ ജുംല അന്നൽ ഖുബ്സ മൗകൂൽ. ഇവിടെ ഖുബ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടി കഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്, പക്ഷെ ആരാ കഴിച്ചതെന്നറിയില്ല. വലകിന്നനാ ലാ നഅരിഫു മൻ അക്കല, ആരാണ് കഴിച്ചത്, ഐ നജ്ഹലു ഫാഇലഹു അതായത് അതിന്റെ ഫാഇലിനെ നമുക്ക് അറിയില്ല എന്നാണ്. വലിദാലിക നഖൂലു അതുകൊണ്ട് നമുക്ക് പറയാം മിന്നൽ ഫഅല ഉക്കില, ഉക്കില എന്ന ഫഅല് അല്ലദീ ഹുദിഫ ഫാഇലുഹു അതിന്റെ ഫാഇൽ കളയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറയപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, അറിയില്ല. അത്തരം ഫേലുകൾക്ക് ഹുവ ഫേലുൻ മബ്നിയുൽ ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫേല്, അല്ലെങ്കിൽ മജ്ഹൂലായ ഫേല് എന്ന് പറയാം. ഇതുപോലെ ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയാം. യഷ്റബുവിന്റെ ഫായിൽ അറിയാം, അതുകൊണ്ട് അത് മഅറൂഫാണ്. ഇഷ്റബു എന്ന് പറയുമ്പോൾ ഫായിൽ അറിയില്ല, അതുകൊണ്ട് മജ്ഹൂലാണ്. ഇഹ്തറമയുടെ ഫായിൽ അറിയാം, അപ്പൊ അത് മഅറൂഫാണ്. ഉഹ്തുരിമ എന്ന് പറയുമ്പോൾ ഫായിൽ പറയുന്നില്ല, അതുകൊണ്ട് അത് മജ്ഹൂലാണ്. അതാണ് അതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫേലിലേക്ക് ശ്രദ്ധിക്കുക. വബിന്നിസ്ബത്തി തഗയ്യുറാത്ത് അല്ലതി ത്വറഅത് അലൽ ഫിഅലിൽ മഅറൂഫ്, മജ്ഹൂലാക്കുന്ന സമയത്ത് ഈ മഅറൂഫായ ഫേലിൽ എന്തൊക്കെ മാറ്റാണ് സംഭവിച്ചത്? ഹീനമാ യുബ്നാ ലിൽ മജ്ഹൂലി മിൻ ഹൈസുൽ ഹറക്കാത്ത്, അതിന്റെ ഹർക്കത്തുകൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? അത് ശ്രദ്ധിക്കണല്ലോ. അപ്പൊ നമുക്ക് മാലിയായ ഫീലാണെങ്കിൽ ഉദാഹരണം കത്തബ എന്നുള്ള ഫീൽ എടുക്കാം, അത് കുത്തിബ അല്ലെങ്കിൽ ഇവിടെ അക്കല തന്നെ, അക്കലക്ക് ആ ഫതഹാണ്, സോറി അക്കല. ഇത് നമ്മൾ എന്താക്കുന്നത്, ആദ്യം എന്താ ചെയ്തത്, അല്ലെ? ലൊമ്മാണ് വരുന്നത്, ഊ എന്നുള്ളത് ലൊമ്മ വരുന്നു, ഊ. പിന്നെയുള്ള അക്ഷരത്തിന് കെസ്റാണ് വരുന്നത്, ഊക്കി. പിന്നെ ഫതഹാണ് വരുന്നത്, ഊക്കിയില്ല. അതെങ്ങനെ വരിക എന്നാണ് പറയുന്നത്. ഫി ഹാലത്തിൽ ഫിഅലിൽ മാദി, മാദിയായ ഫീലിന്റെ മാദാ നഫ്അലു ലിഅൻ യസീറ ഫിഅലൻ മജ്ഹൂലൻ, ഒരു ഫിഅലിനെ മജ്ഹൂലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കോമൺ നിയമമാണ്, യുക്സറു മാ ഖബ്ല ആഖിരിഹി, ഇവിടെ കെസ്റ് കൊടുക്കുക. ഏതിനെ? മാ ഖബ്ലൽ ആഖിർ, ഒരു ഫിഅലിന്റെ അവസാനത്തെ അക്ഷരം ഏതാ? ഇവിടെ അക്കലയുടെ അവസാനത്തെ അക്ഷരം ഏതാ? ലാം. അതിന് തൊട്ട് മുമ്പുള്ളത്തെ അക്ഷരം കാഫ്. കാഫ്. അപ്പൊ കാഫിന് കെസ്റ് കൊടുക്കാം. യുക്സറു കെസ്റ് നൽകപ്പെടും, മാ ഖബ്ല ആഖിരിഹി അവസാനത്തെ ഫിഅലിന്റെ തൊട്ട് മുമ്പ്. അപ്പൊ കെസ്റ്, കാഫിന് കെസ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വയുളമ്മു കുല്ലു മുതഹരിക്കിൻ ഖബ്ല ദാലിക, അതിന് ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക. അങ്ങനെയാണ് ഇതിന്റെ ഇവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. എന്താ പറഞ്ഞ ഇവിടെ പറയുന്നത് വയുളമ്മു കുല്ല മുതഹരിക്കിൻ ഖബ്ല ദാലിക, അതിന് മുമ്പുള്ള മുതഹരിക്ക്, അതിന് മുമ്പ് ഏതാ മുതഹരിക്ക് ഉള്ളത്? ആ ഹംസ ഉള്ളത്, ആ ഫതഹാണ്. ആ ഫതഹ് മാറ്റിയിട്ട് ലൊമ്മാക്കി കൊടുക്കുക. അപ്പൊ ഊക്കില എന്ന്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അപ്പൊ നസറ ആണെങ്കിലോ, നസറ, ഇതിന്റെ അവസാനം ഇവിടെ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ അക്ഷരം റാ ആണ്, അതിന് തൊട്ട് മുമ്പുള്ളത് സ്വാദാണ്. അപ്പൊ സ്വാദിന് കെസ്റ് കൊടുക്കുക. കസ്റാക്കും. ഇനിയോ അതിന്റെ തൊട്ട് മുമ്പുള്ള മുത്തഹരിക്ക്, അതിന് നൂനല്ലേ, അപ്പൊ നൂന് ലൊമ്മ കൊടുക്കുക. അപ്പൊ നുസിറ. ഇങ്ങനെയാണ്. ഇനി നമ്മള് വേറൊരു ഫീൽ എടുക്കാം. ഇഫ്തഅല, അല്ലെങ്കിൽ ഒരു 5 അക്ഷരമുള്ള ഫീൽ എടുക്കാം. ഏതാണ്? ഇഹ്തറമ. തലാറബ എന്ന് കൊടുക്കാം. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റ് ഉണ്ട്. ഇഹ്തറമന് എടുക്കുക. ഇഹ്തറമ. ഇവിടെ ഇഹ്തറമയുടെ അവസാനത്തെ അക്ഷരം മീമാണ്, അതിന് തൊട്ട് മുമ്പുള്ളത് റാ. അപ്പൊ റായിന് എന്താ കൊടുക്കണ്ടേ? മാ ഖബ്ലൽ ആഖിർ കെസ്റ് കൊടുക്കുക. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള മുത്തഹരിക്ക് ഏതൊക്കെയാണ്? അതിന് മുമ്പുള്ള മുത്തഹരിക്ക് ഒന്ന് താ ഉണ്ട്. അപ്പൊ താവിന് എന്ത് കൊടുക്കണം? ലമ്മ. ലൊമ്മ കൊടുക്കണം. പിന്നെ ഏതുള്ളത്?
ഹാഹു ഒരലിഫു. ഹാഇന് മുത്താരിക്കാണോ? ഹാ സുക്കൂനല്ലേ? ഉം. അപ്പൊ അതൊന്നും ചെയ്യണ്ട. പിന്നെ ഏതുള്ളത്? അലിഫ്. പിന്നെ അലിഫ്. അപ്പൊ അലിഫിന് ദമ്മ കൊടുക്കാം. അപ്പോ ഉഹുതുരിമ എന്ന് വരും. അതാണ് ഇഹ്തറമ എന്നത് ഉഹ്തുരിമ. ഇങ്ങനെ ഓരോ ഫെയിൽ എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇത് മുലാരി ആണെങ്കിലോ യഹ്തരിമു എടുക്കാം നമുക്ക്. യഹ്തരിമു ഇവിടെ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. അമൽ ഫെയിൽ മുലാരി ആണെങ്കിൽ ഫയുലമ്മ അവ്വലുഹു. അവ്വൽ ഏതാ? ആദ്യത്തെ അക്ഷരം യാ അല്ലേ? ഫതഹ ആയിരുന്ന യാന് ലമ്മ കൊടുക്കുക. പിന്നെ വയുഫ്തഹു കുല്ല മുതഹരിക്കിൻ ഖബ്ല ആഖിരിഹി. അവസാനത്തിന് മുമ്പുള്ള എല്ലാ മുതഹരിക്കും ഫതഹ ആക്കി കൊടുക്കുക. അവസാനത്തെ അക്ഷരം മീമാണ്. അതിന് മുമ്പുള്ള മുതഹരിക്ക് ഏതൊക്കെയാണ്? യുഹ്തറമു. ഇവിടെ താഉം റാവും ആണ് ഫതഹ ഉള്ളത് അല്ലെ? ഇഹ്തറമ എന്ന് പറയുമ്പോൾ അത് രണ്ടും ഫതഹ തന്നെ. ഫതഹ ഓൾറെഡി ഫതഹ ആണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിലനിർത്തുക. അതല്ല വേറെ ഏതെങ്കിലും അക്ഷരം ആണെങ്കിൽ അത് മാറ്റിയിട്ട് അപ്പൊ യുഹ്തറമു എന്നായി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നോക്കാം. അൽ ഫഅലുൽ മഅറൂഫു. മഅറൂഫ് ആയ ഫഅൽ എന്ന് പറഞ്ഞാൽ ഹുവൽ ഫഅലു അല്ലദി യുറഫു ഫാഇലുഹു വയുദ്കറു ഫിൽ കലാമി. ഫാഇൽ അറിയപ്പെട്ടതും അത് സെന്റൻസിൽ പറയപ്പെട്ടതുമായ ഫഅലാണ്. ഫാഇൽ സെന്റൻസിൽ പറയപ്പെടുകയും അത് അറിയപ്പെടുകയും ആണെങ്കിൽ അത്തരം ഫഅലുകൾക്ക് ഫഅൽ മഅറൂഫ് എന്ന് പറയും. എന്നാൽ ഫഅൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അൽ ഫഅലുൽ മജ്ഹൂലു ഹുവൽ ഫഅലു അല്ലദി ലാ യുറഫു ഫാഇലുഹു. ഫാഇൽ അറിയപ്പെടാത്ത ഫെയിലിനാണ് മജ്ഹൂലായ ഫെയില് എന്ന് പറയുക. വയകൂനുൽ മഫ്ഊലു ബിഹി നായിബൻ അനിൽ ഫാഇലി. അവിടെ ഫാഇലിന് പകരം മഫ്ഊലു ബിഹി പകരമായി വരികയും ചെയ്യും. നായിബ് എന്ന് പറഞ്ഞാൽ പകരം വരുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നായിബുൽ ഫാഇൽ എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് കൂടെ അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ 3 കാര്യമാണ്. ഒന്ന് മഅറൂഫ് എന്താണ്, മജ്ഹൂൽ എന്താന്ന് പഠിക്കണം. പിന്നെ എങ്ങനെയാണത് മഅറൂഫ് ആയ ഫെയിലിനെ എങ്ങനെ മജ്ഹൂലാക്കും എന്നതാണ്. ഹീനമ യുബ്നൽ ഫിൽ മജ്ഹൂല്. മജ്ഹൂലായ ഒരു ഫിൽ എടുക്കപ്പെടുമ്പോൾ, യുബ്ന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെടുമ്പോൾ, വജബ അൻ തതഗയ്യറ സൂറത്തുഹു. അതിന്റെ രൂപത്തിൽ മാറ്റം വരൽ നിർബന്ധമാണ്. എങ്ങനെയാണ് വരേണ്ടത്? ഇൻകാന മാലിയൻ. മാലിയാണെങ്കിൽ യുലമ്മു അവ്വലുഹു. അതിന്റെ ആദ്യത്തെ അക്ഷരത്തിന് ലമ്മു കൊടുക്കും. വയുക്സറു മാ ഖബ്ല ആഖിരിഹി. അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റ നൽകപ്പെടുകയും ചെയ്യും. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം. ഇപ്പൊ ദറസ എന്ന ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിന്റെ അവസാനത്തിന്റെ അക്ഷരം കെസർ, റാഇന് കെസറും ആദ്യത്തെ അക്ഷരത്തിന് ലമ്മും കൊടുക്കുക എന്നതാണ്. പിന്നെ ഇൻകാന മുലാരിയൻ. മുലാരിയായ ഫെയിലാണെങ്കിൽ യുലമ്മു അവ്വലുഹു. ആദ്യം ലമ്മു കൊടുക്കുക. യുഫ്തഹു മാ ഖബ്ല ആഖിരി. അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹ് കൊടുക്കുക. അപ്പോൾ മാലി ആണെങ്കിൽ അവസാനത്തിന് മുമ്പുള്ളതിന് കെസർ കൊടുക്കുക. മുലാരി ആണെങ്കിൽ അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹ് കൊടുക്കുക. ഇതാണ് മെയിൻ ഡിഫറൻസ്. ആദ്യത്തെ അക്ഷരം എല്ലാ മജ്ഹൂലായ ഫെയിലും മാലി ആണെങ്കിലും മുലാരി ആണെങ്കിലും ആദ്യത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് എന്തായിരിക്കും? ലമ്മായിരിക്കും. അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ളത്തെ അക്ഷരത്തിനാണ് പ്രധാനപ്പെട്ട മാറ്റം. അത് മാലി ആണെങ്കിൽ കെസറും മുലാരി ആണെങ്കിൽ ഫതഹും ആയിരിക്കും. അതാണ് മജ്ഹൂലായ ഫെയിലിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്കിതിലെ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാം. വേഗം പറഞ്ഞു പോവാം. ഇതിൽ ഫെയിലും മഅറൂഫും മജ്ഹൂലും പറഞ്ഞു പോകണം. എങ്ങനെ? നിങ്ങൾ വായിക്കണം. ഞാൻ ഇത് വായിച്ച പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഒന്നാമത്തെ സെന്റൻസ് എങ്ങനെ? ഇഹ്തറമത്ത് ആ സൈനബുൻ ഉം. ഉമ്മഹ. യെസ്, അഹ്സൻതി. ഉമ്മഹ. കറക്റ്റ്. അതിലെ ഫെയില് മഅറൂഫ് ആണോ മജ്ഹൂലാണോ? ഇഹ്തറമ എന്നുള്ള മഅറൂഫ്. മഅറൂഫ് ആണ്. കാരണം എന്താ? സൈനബുന്ന് പറഞ്ഞിട്ട് ഫായിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് എങ്ങനെ വായിക്കപ്പോ? കുത്തിബത് ദർസു. കുത്തിബത് ദറസു. അഹ്സൻതി. അപ്പൊ കുത്തിബത് ദറസു. കുത്തിബ അപ്പൊ അത് ഏതാണ്? മജ്ഹൂല്. മജ്ഹൂൽ. ഓക്കെ. നെക്സ്റ്റ്. യഖ്തഉ ഖാലിദുൻ അൽ ഹുസ്ന. ഓക്കെ. അഹ്സൻതി. അതില് അതേതാണ്? മഅറൂഫ്. നെക്സ്റ്റ്. സഅല മുഹമ്മദുൻ അൽ മുഅല്ലിമ. അൽ മുഅല്ലിമ. ഓക്കെ. അഹ്സൻതി. നെക്സ്റ്റ്. യുർഷിദു ഇബ്രാഹിം ളാല. അതോ
മജ്ഹൂല് മജ്ഹൂലാണോ? മാറൂഫ് കാരണം ഇബ്രാഹിം എന്നുള്ള ഫായില് ഫായിലുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം അവിടെ അല്ലെ മുലാരിയഫിൽ ഫസ്റ്റ് ലൊമ്മ വന്നിട്ടുണ്ട് അല്ലെ, ഉം. അതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ അവസാനത്തിന് മുമ്പുള്ളത് നോക്ക്, ഫതഹാണോ? അല്ല. കെസറാണ് അല്ലെ. അപ്പൊ അത് എന്താണ്? മാറൂഫാണ്. അത് അർഷദ എന്നുള്ള ഫെയിലിന്റെ മുലാരിയാണ്. അർഷദ യുർഷിദു, അർഷദ യുർഷിദു. അതിന്റെ മജൂൽ എങ്ങനെ വരിക? അവസാനത്തിനുള്ളതിനെ ഫതഹാക്കി പറയാം, യുർഷദു. ഉണ്ടോ? ഉർഷിദ യുർഷദു, അങ്ങനെയാണ്. യുർഷദു ഫതഹായിട്ട വരും. നെക്സ്റ്റ് യുസ്അലുൽ മുഅല്ലിമു. യസ്അലുൽ മുഅല്ലിമു, അതോ അത് മജ്ഹൂൽ. ഓക്കെ, കറക്റ്റ്. പിന്നെ നെക്സ്റ്റ് യുഷ്കറു ഖാലിദുൻ. യുഷ്കറു ഖാലിദുൻ. ഓക്കെ, യുഷ്കറു ഖാലിദുൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മജ്ഹൂൽ. നെക്സ്റ്റ് ഓക്കെ, ഷക്കറ എന്നുള്ളതിന്റെ മുതാരിയാണ് യഷ്കുറു, യഷ്കുറു യുഷ്കറു. പിന്നെ അടുത്തത് കസിറൽ വലതു. കസറൽ വലതു, കസിറൽ വലതു വസ്സുജാജ. അസ്സുജാജത, സുജാജത. സുജാജത എന്ന് പറഞ്ഞാൽ, സുജാജ് എന്ന് പറഞ്ഞാല് ഗ്ലാസ് എന്നാണ് അർത്ഥം. അപ്പൊ അത് ഏത് സെന്റൻസ് അല്ലെ, അതിലെ ഫെയിൽ ഏതാ? മാറൂഫാണ്. ഓക്കെ, അതിലിപ്പോ 3 ഫെയിലാണ് മജ്ഹൂലായിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ഇനി അടുത്ത ആക്ടിവിറ്റീസ് ഓൾറെഡി മാറൂഫ് ആയിട്ടുള്ള ഫെയിലുകളെ മജ്ഹൂലാക്കി മാറ്റാനാണ്. ഹലക, ഇത് വേഗം പറയാൻ പറ്റും. ഹുലിക, മനഅ, മുനിഅ, ലറബ, ഗുരിബ. യൽബിസു, യൽബിസു മുലാരിയാണ്. യൽബിസു യുൽബസു. യംനഹു യുംനഹു. യസ്റഉ യുസ്റഉ. ഇവിടെ യംനഹു എന്നർത്ഥം എന്താ അർത്ഥം? മനഹ അർത്ഥം അറിയോ? മനഹ എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് അർത്ഥം. മനഅ എന്ന് പറഞ്ഞാൽ തടയുക, മനഹ എന്ന് പറഞ്ഞാൽ നൽകുക. രണ്ട് ഓപ്പോസിറ്റ് അർത്ഥമാണ് ഇവിടെ. ഇനി നെക്സ്റ്റ് നായിബ് ഫായിലിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ഇതില് ഒന്നുകൂടി ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ തന്ന ഈ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇതില് ഇഹ്തറമത്ത് സൈനബു ഉമ്മുഹ കുതിബ ദർസ്, ഇത് നമുക്കൊന്ന് പിന്നെ ഇതില് മഅറൂഫ് ഒന്ന് മജ്ഹൂലാക്കി നോക്കിയാലോ? ഇഹ്തറമത്ത് സൈനബു ഉമ്മുഹ, അതിലെ ഫായില് കളഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കി, എങ്ങനെ പറയാം? മാലിയാണ്. മാലി ആവുമ്പോ ആദ്യം ലൊമ്മ കൊടുക്കുക. അവസാനത്തിന്റെ കെസറാണ് കൊടുക്കേണ്ടത്. ഉഹ്തുരിമ. ആരാണ് റെസ്പെക്ട് ചെയ്യപ്പെട്ടത്? പിന്നെ മഫ്ഊൽ ബി ആയിരുന്ന ഉമ്മിനെ എന്താക്കണം? ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, എന്നിട്ട് റഫ് കൊടുക്കണം. അപ്പൊ എങ്ങനെ? ഉഹ്തുരിമത്ത് ഉമ്മുഹ. ഉമ്മുഹ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ ഒരു ഇസ്മു വേണം. അപ്പൊ അവിടെ സൈനബിന്റെ ഉമ്മ എന്നല്ലേ അർത്ഥം വരിക. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഉമ്മു സൈനബ്, സൈനബിന്റെ ഉമ്മ റെസ്പെക്ട് ചെയ്യപ്പെട്ടു, അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി അതുപോലെ അടുത്തത് യഖ്തഉ ഖാലിദുൻ അൽ ഗുസ്ന. ഖാലിദ് മരത്തിന്റെ ചില്ല മുറിക്കുന്നു. ഇനി നമുക്ക് എന്താണ്? ചില്ല മുറിക്കപ്പെടുന്നു എന്ന് പറയണം. എങ്ങനെ പറയും? യുഖ്തഉ അൽ ഗുസ്നു. ഓക്കെ, അങ്ങനെയാണ് പറയേണ്ടത്. യുഖ്തഉ അൽ ഗുസ്നു. സഅല മുഹമ്മദുൻ അൽ മുഅല്ലിമ. ഇനി അതിലെ ഫായില് കളയണം, എന്നിട്ട് മുഅല്ലിം ചോദിക്കപ്പെടുന്നു. എങ്ങനെ പറയും? സുഇലൽ മുഅല്ലിമു. സുഇല അൽ മുഅല്ലിമു. പിന്നെ യുർഷിദ് ഇബ്രാഹിമു അല്ല. അപ്പൊ ഇബ്രാഹിം ഒഴിവാക്കിയിട്ട് പിഴച്ച ആള്, വഴി അറിയാത്ത ആൾക്ക് മാർഗദർശനം നൽകി എന്നാണ്. അതായത് ഗൈഡൻസ് നൽകി എന്നാണ്. അത് നൽകപ്പെട്ടു എന്നാണ്.
യുർഷദു വാലു യുർഷദു ളാല്ലു അല്ലാല്ലു. ഓക്കെ. ലാല് എന്ന് പറയാൻ നമ്മള് വലല്ലാലിയും പറയുന്ന ലാലാണ്. കസറൽ വലതു അസുജാജ. കസറയുടെ മജഹൂല് കുസിറ കുസിറ. ഇനിയിപ്പോ കുസിറ പിന്നെ മഫൂല് ബിഹിന് മാഫലാക്കണം. അപ്പൊ എങ്ങനെ പറയും? കുസിറ അസുജാജത്തു അസുജാജതു. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഇപ്പോ നായിബ് ഫായിലായി വന്നത് കസറയുടെ ഫായില് വലതായിരുന്നു, അത് മുദക്കറാണ്, അതുകൊണ്ടാണ് കസറ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ നായിബ് ഫായിലായി വന്നിട്ടുള്ള സുജാജത്ത് മുഅന്നസ് ആണ്. അപ്പൊ കുസിറ എന്നുള്ള എന്താക്കണം? കുസിറത്ത്. കുസിറത്ത് സുജാജത്തു. ഇങ്ങനെ ഒരു മാറ്റം കൂടി വരും. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോന്ന്. ഓക്കെ, ഇതന്നെ. അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രയോഗങ്ങൾ ഖുറാനിലും മറ്റൊക്കെ കണ്ടെത്തിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെ മജ്ഹൂലായിട്ടുള്ള ഫോമുകൾ ഒന്നോ രണ്ടോ ആയത്തിലോ ഹദീസിലോ പറയാൻ പറ്റുമോ? ഓർമ്മയിന്ന് ചെറിയ സൂറത്തുകളിലൊക്കെ വന്നത്. ചെറിയൊരു സൂറത്തിൽ നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തിലൊക്കെ കുറെ ഉണ്ട്. ഫുത്തിഹത്തിസ് സമാഉ ഫുത്തിഹത്തിസ് സമാഉ. ഓക്കെ. ഇനി അത് കറക്റ്റ്. പിന്നെ ഒരു സിൽസാലുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഓർക്കുണ്ടോ? സുൽസിലത്തിൽ അർള് ഇതാ സുൽസിലത്തിൽ അർദ് അല്ലെ. ഇതാ സുൽസില. സുൽസില എന്നുള്ളത് അത് ജൽസലയുടെ മജൂലാണ്. ജൽസല സുൽസില. അപ്പൊ ഈ പറഞ്ഞ കറക്റ്റ് അല്ലേ? നോക്ക്, ജൽസല അതിന്റെ അവസാനത്തിന്റെ മുമ്പുള്ളത് കെസ്റാക്ക. അപ്പൊ സുൽസില. വേറെ ഉണ്ടല്ലോ അല്ലെ? നമ്മള് സാധാരണ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പറയാറുണ്ട്, നോമ്പ് നിർബന്ധമാക്കി. അങ്ങനെ പറയല് ഓർക്കുണ്ടോ? നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണെന്ന് പറയുന്ന ഒരു ആയത്ത്. കുത്തിബ അലൈക്കുമുസ്സിയാം അല്ലെ? കുത്തിബ അലൈക്കും. അതിലെ നായിബ് ഫായിൽ ഏതായിരിക്കും? അപ്പൊ കുത്തിബ അലൈക്കുമുസ്സിയാമു എന്ന് പറയുമ്പോ സിയാം. സിയാം. ഉദിന ലില്ലദീന യുഖാതലൂന ഉദിന ലില്ലദീന ദുലിമു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവിടെ രണ്ട് മജൂലുണ്ട്. ഉദിന മജൂലാണ്, ദുലിമു. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എന്നിട്ട് എന്താ പറഞ്ഞേ? ഓക്കെ. അപ്പോ അതിന്റെ ആണ്. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ അസൈൻമെന്റ് സാർ ഹെൽപ്പ് ചെയ്യാൻ അസൈൻമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ എന്താ പറയാ കൺഫർമേഷൻ ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അതിന്റെ നോട്ടിഫിക്കേഷനോ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഒക്കെ വന്നിട്ട് കറക്റ്റ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഇപ്പോ ഇതാണെന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാച്ചിട്ടാണ്. നമ്മളെ പിന്നെ കോളേജിന്റെ ഗ്രൂപ്പിൽ ഇട്ടിന് ഇതന്നെ ആവശ്യം സബ്ജക്ട് ഇട്ടാന്ന്. ഓക്കെ. പക്ഷെ എനിക്ക് എന്റെ ഒരു ഡൗട്ട്, നമുക്ക് അഡ്മിഷൻ ഇപ്പോൾ 15-ാം തീയതിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഒരു അഡ്മിഷന് എടുത്തൊരു മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ അതിന്റെ ഇത് വരുമെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾക്ക് മെസ്സേജും അതല്ല പിന്നെ മെയിലിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫൈലിലോ ഒന്നും അസൈൻമെന്റിനെ കുറിച്ചൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മളെ കോർഡിനേറ്റർ ഉണ്ടാവൂലേ നമ്മളെ കോളേജിന്റെ സെന്ററിന്റെ. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന അധിക ക്വസ്റ്റ്യൻസും പിന്നെ കഴിഞ്ഞ വർഷത്തെ ആ സബ്ജക്റ്റിന്റെ കോഡ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അധികം 2023, 2021 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ യൂട്യൂബിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇല്ലേ. അപ്പൊ ഞാനിന്നൊരാളെ വിളിച്ചു നോക്കിനെ. അപ്പം പറഞ്ഞ് നമ്മളെ കൂടെ ക്ലാസ്സിന് ജോയിൻ ആവെങ്കിലാ നമ്മൾ അസൈൻമെന്റ് തരൂ എന്നല്ല പറഞ്ഞിട്ട്. അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിലൊന്നും വെറുതെ കാശ് കൊടുത്താണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ഇവിടെ പിന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം പറഞ്ഞു. അതിന്റെ ഹെൽപ്പ് നമ്മൾ ചെയ്തുതരാം. നിങ്ങൾ ബേജാറാവണ്ട വിഷയത്തിൽ. ഓക്കെ.
ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ, ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.